കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. അത് കേട്ട സ്വഹാബത്തൊരടങ്കലും വെളിയിൽ ചെന്നേ അതിശയം കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്തു നിന്നേ ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. അത് കേട്ട സ്വഹാബത്തൊരടങ്കലും വെളിയിൽ ചെന്നേ അതിശയം കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. അറിഞ്ഞൊരു വാർത്ത ഞാൻ വരിയിലൊതുക്കാം, ആറ്റൽ റസൂലിൻ മത് ഉരക്കാം. അറിഞ്ഞിടണം ഈ കഥ ഹക്കാം. അറിഞ്ഞൊരു വാർത്ത ഞാൻ വരിയിലൊതുക്കാം, ആറ്റൽ റസൂലിൻ മത് ഉരക്കാം. അറിഞ്ഞിടണം ഈ കഥ ഹക്കാം. ഹാക്കാണ് കരഞ്ഞത് ഒരു ഇത്ത മരത്തിൻ തടിയാ. അഷ്റഫുൽ ഖൽഖെന്ന് ഖുതുബക്ക് ചാരിയതറിയാം. ഹാക്കാണ് കരഞ്ഞത് ഒരു ഇത്ത മരത്തിൻ തടിയാ. അഷ്റഫുൽ ഖൽഖെന്ന് ഖുതുബക്ക് ചാരിയതറിയാം. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്തു നിന്നേ ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. തടിയതിൽ ചാരി റസൂലിൻ ഖുതുബ, തൽസ്ഥിതി അറിഞ്ഞ മഹദി ഫത്വ. കരുളാറ്റൽ നബിയോരത്തുള്ള വാക്കാം. തടിയതിൽ ചാരി റസൂലിൻ ഖുതുബ, തൽസ്ഥിതി അറിഞ്ഞ മഹദി ഫത്വ. കരുളാറ്റൽ നബിയോരത്തുള്ള വാക്കാം. വാക്കാണ് എന മകനൊരു നജ്ജാറാണ് റസൂലേ. അവിടത്തേക്കൊരു മിമ്പറന മകൻ കരു പൊന്നൂലേ. വാക്കാണ് എന മകനൊരു നജ്ജാറാണ് റസൂലേ. അവിടത്തേക്കൊരു മിമ്പറന മകൻ കരു പൊന്നൂലേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്തു നിന്നേ ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. തരാമെന്ന് പറഞ്ഞുള്ള മിമ്പറു നൽകി, കരുളാറ്റിൽ അതിൽ കേറി ഖുതുബയിൽ മുയകി. ഭയാനക്കൽ തടി പുറം തന്നിൽ പോകി. തരാമെന്ന് പറഞ്ഞുള്ള മിമ്പറു നൽകി, കരുളാറ്റൽ അതിൽ കേറി ഖുതുബയിൽ മുയകി. ഭയാനക്കൽ തടി പുറം തന്നിൽ പോകി. പൂകിയ സമയം തൊട്ടീന്ത മരം വിതുമ്പിടുന്നേ. മൂസമ്മീലൂർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ. പൂകിയ സമയം തൊട്ടീന്ത മരം വിതുമ്പിടുന്നേ. മൂസമ്മീലൂർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ. ഒരു
മദീനത്തെ മസ്ജിദിൻ പുറത്തു നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. കുത്തുബ കഴിഞ്ഞ് റസൂലും ഇറങ്ങി, കൽബി പിടഞ്ഞ് സ്വഹാബും വയങ്ങി, നഗില പുണർന്നു മാറിലൊതുങ്ങി. കുത്തുബ കഴിഞ്ഞ് റസൂലും ഇറങ്ങി, കൽബി പിടഞ്ഞ് സ്വഹാബും വയങ്ങി, നഗില പുണർന്നു മാറിലൊതുങ്ങി. സാറഫുറ്റൂർ മരത്തിന്റെ തടിമാറിൽ അമർത്തി വെച്ചേ, സ്വകാര്യമായി പറഞ്ഞതിൽ കരച്ചിലും അടക്കി വെച്ചേ. സാറഫുറ്റൂർ മരത്തിന്റെ തടിമാറിൽ അമർത്തി വെച്ചേ, സ്വകാര്യമായി പറഞ്ഞതിൽ കരച്ചിലും അടക്കി വെച്ചേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്തു നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. അത് കേട്ട സ്വഹാബത്തൊരടങ്കലും വെളിയിൽ ചെന്നേ, അതിശയം കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്തു നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. അത് കേട്ട സ്വഹാബത്തൊരടങ്കലും വെളിയിൽ ചെന്നേ, അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ.